നമ്മൾ എപ്പോഴൊക്കെയാണ് ഈ വാക്കിന്റെ കൂടെ ING ചേർത്ത് പറയുന്നത്? ഈ ഈറ്റിംഗ്, റൈറ്റിംഗ്, ലിസണിങ്, ഗോയിങ്, സ്ലീപ്പിംഗ് അങ്ങനെ പറയുന്നത് എപ്പോഴാണ്? നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? സ്ലീപ്പ്, ഈറ്റ്, റൈറ്റ്, ഗോ അങ്ങനെ പറഞ്ഞാൽ പോരെ? ഇപ്പൊ ചില സമയത്ത് ഞാൻ സ്റ്റുഡൻസിന്റെ അടുത്ത് ഈ പോവുക എന്ന് പറഞ്ഞാൽ എന്താ ഇംഗ്ലീഷിൽ പറയാൻ ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഗോയിങ് എന്ന്. കഴിക്കുക, ഈറ്റിംഗ്, അതാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. പക്ഷെ ശരിക്കും ഈ ഈറ്റിംഗ് അല്ലെങ്കിൽ സ്ലീപ്പിംഗ്, റൈറ്റിംഗ്, ലിസണിങ്, ടീച്ചിങ് ഈ വാക്കുകളുടെ ശരിക്കുള്ള അർത്ഥം എന്താ? ഈ ING, ഈ ഈറ്റ് എന്നുള്ള വാക്കിന്റെ കൂടെ നമ്മൾ ING ചേർക്കുമ്പോൾ എന്താണ് അർത്ഥത്തിൽ വ്യത്യാസം വരുന്നത്? എന്താന്ന് വെച്ചാൽ ഈറ്റ് എന്ന് പറയുന്നത് കഴിക്കുക എന്നാണെങ്കിൽ ഈറ്റിംഗ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ വാക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഒന്നെങ്കിൽ കഴിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കഴിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടോ ആണ്. ഓക്കെ, ഒന്നെങ്കിൽ കഴിക്കുകയാണോ അല്ലെങ്കിൽ കഴിക്കുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഈ ING യൂസ് ചെയ്യുക ഈറ്റിന്റെ കൂടെ. അതേപോലെയാണ് മറ്റു വാക്കുകളുടെ കൂടെ. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തിനാണ് ING യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ ഈ വീഡിയോ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ബേസിക് ലെവൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്, അതായത് തീരെ ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണ്, കാണണം, ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പം മെയിനായിട്ട് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എങ്ങനെയാണ് ING വരുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു കഴിക്കുകയാണ്, അതായത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഈ ഈറ്റ്, റൈറ്റ്, ലിസൺ, ഗോ, സ്ലീപ്പ്, ടീച്ച് ഇതൊക്കെ എന്താ? ഇതിനൊക്കെ നമ്മൾ എന്തെന്നാ പറയുന്നത് ഇംഗ്ലീഷിൽ? വേർബ് എന്ന് പറയും. വേർബിന്റെ കൂടെ ING ചേർക്കുന്നത്, അതായത് ഒരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എന്താ ഇപ്പൊ ചെയ്യുന്നത്? ഞാനിപ്പോൾ പഠിപ്പിക്കുകയാണ് അല്ലെ? ഞാനിപ്പോൾ പഠിപ്പിക്കുകയാണ്. ഇത് നമ്മൾ എങ്ങനെ പറയും? ഇവിടെ ആരെ പറ്റിയിട്ടാ പറയുന്നത്? എന്നെ പറ്റിയിട്ടാ അല്ലെ? അപ്പൊ ഞാൻ ഇനി ഞാൻ പഠിപ്പിക്കുകയാണെന്ന് എങ്ങനെയാ പറയാ? I am teaching എന്നാ പറയാ. I am teaching. ഇവിടെ എന്തുകൊണ്ടാണ് ടീച്ചിങ് എന്ന് വന്നത്? ടീച്ച് എന്ന് പറഞ്ഞാൽ പോരെ? ടീച്ചിങ് എന്ന് എന്തിനാ പറയുന്നത്? പഠിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവിടെ ടീച്ചിങ് എന്ന് വന്നത്. സോ I am teaching, ഞാൻ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ എന്നുള്ളതിന് പകരം now. I am teaching now. ഇനി അടുത്ത സെന്റൻസ് നമുക്ക് വേണമെങ്കിൽ അവൻ വായിക്കുകയാണെന്ന് എഴുതാം. അവൻ വായിക്കുകയാണ്. അവൻ എന്ന് പറയുമ്പോൾ he. വായിക്കുകയാണ് എന്നെങ്ങനെ പറയും? അവൻ വായിക്കുകയാണെന്ന് എങ്ങനെ പറയും? he is read എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, കൂടെ ING ചേർക്കണം. എന്തുകൊണ്ടാണ്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പം he is reading, അവൻ വായിക്കുകയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാലോ. അവര് കഴിക്കുകയാണ്. അവരെന്ന് പറയുമ്പോൾ they are. കഴിക്കുകയാണ് eating. ഓക്കെ, എന്തുകൊണ്ടാണ് അവിടെ ഈറ്റിംഗ് വന്നത്? കഴിക്കുകയാണ് എന്നാണ് പറയുന്നത് അല്ലെ? ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ആ പ്രവൃത്തിയുടെ കൂടെ നമ്മൾ ING ചേർത്ത് കൊടുക്കണം. അതായത് ഉറങ്ങുകയാണെന്ന് പറയുകയാണെങ്കിൽ ഉറങ്ങുക, സ്ലീപ്പ്. ഉറങ്ങുകയാണ് സ്ലീപ്പിംഗ്. വണ്ടി ഓടിക്കുകയാണെങ്കിലോ ഡ്രൈവിംഗ്. അല്ലെങ്കിൽ ഓടുകയാണെങ്കിലോ റണ്ണിങ്. ഇനി എഴുതുകയാണെങ്കിൽ റൈറ്റിംഗ്. അങ്ങനെ. അപ്പൊ ഇവിടെ ആണ് നമ്മുടെ വാക്കെങ്കിൽ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഐയുടെ കൂടെ am plus ING ആണ്. അതായത് ആമും വരണം, ING ഫോമും വരണം. ഇനി he, ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ he, she അല്ലെങ്കിൽ ഒരാളുടെ പേര് അങ്ങനെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ is വേണം INGയുടെ കൂടെ വരാൻ. എന്താ വരണ്ടേ? is. ഇനി ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലോ അപ്പം നമ്മൾ ആണ് യൂസ് ചെയ്യേണ്ടത്. R plus ING. I am teaching. I is teaching എന്ന് നമ്മൾ പറയോ? ഇല്ല. ഇനി I are teaching എന്ന് പറയോ? ഇല്ല. ഐയുടെ കൂടെ I am teaching എന്നേ പറയത്തുള്ളൂ. I am teaching, I am drinking water, I am listening to music, I am running, I am eating breakfast അങ്ങനെ നമ്മൾ പറയത്തുള്ളൂ. ഇനി ഹീയുടെ കൂടെ അല്ലെങ്കിൽ ഒരാളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ എപ്പോഴും ഇസ് തന്നെ യൂസ് ചെയ്യണം. ഓക്കെ, ഹി ആർ എന്ന് നമ്മൾ പറയത്തില്ല, ഹി ആം എന്ന് നമ്മൾ പറയത്തില്ല, ഷീ ആർ എന്ന് നമ്മൾ പറയത്തില്ല, ഷീ, ഹി അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ പേര് രാഹുൽ, നമ്മൾ ഇസേ പറയത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയാണ് അവൻ പഠിക്കുകയാണ്, അപ്പം നമ്മൾ ഹി ഈസ് സ്റ്റഡിയിങ് എന്ന് പറയും. അല്ലെങ്കിൽ അവൻ ഫുട്ബോൾ കളിക്കുകയാണ്, ഹി ഈസ് പ്ലേയിങ് ഫുട്ബോൾ.
അവൾ ജോലി ചെയ്യുകയാണ്, ഷീ ഈസ് വർക്കിംഗ്. അപ്പൊ അങ്ങനെ ഒരാളൊരു കാര്യം ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ദേ എന്ന് മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ മൈ ഫ്രണ്ട്സ് എന്നാണ്, എൻ്റെ കൂട്ടുകാർ, അല്ലെങ്കിൽ എൻ്റെ പേരൻസ്, അതല്ലെങ്കിൽ എൻ്റെ കൊളീഗ്സ്, മൈ കൊളീഗ്സ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ രണ്ടുപേരുടെ കാര്യമൊക്കെ പറയത്തില്ലേ, ഫോർ എക്സാമ്പിൾ ഞാനും എൻ്റെ അമ്മയും, മൈ മദർ ആൻഡ് ഐ, അങ്ങനെ രണ്ടുപേരുടെ കാര്യം പറയുമ്പോഴും നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? ആറാണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ദേ ആർ ഈറ്റിംഗ്, ദേ ആർ സ്റ്റഡിയിങ്, അല്ലെങ്കിൽ വി ആർ സ്പീക്കിംഗ്. കണ്ടോ? അപ്പൊ അവിടെ നമ്മൾ ആറാണ്. അവർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറഞ്ഞിട്ട് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആറാണ് യൂസ് ചെയ്യേണ്ടത്. ഇതെന്താണ്? ചെയ്യുകയാണ് എന്ന് പറയുമ്പോഴാണ്. ഓക്കെ, ചെയ്യുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ കഴിക്കുകയാണ് എന്ന് പറയുമ്പോഴും യൂസ് ചെയ്യാം, പിന്നെ എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നത് കഴിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴും യൂസ് ചെയ്യാം. അപ്പോൾ ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് ഈ verb പ്ലസ് ing യൂസ് ചെയ്യാം. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ പഠിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ ഐ ആം ടീച്ചിങ്. ഞാൻ പഠിപ്പിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴോ ഐ വാസ് ടീച്ചിങ്. ഐ വാസ് ടീച്ചിങ്. അപ്പോഴും നമ്മൾ ടീച്ച് അല്ല യൂസ് ചെയ്യുന്നത്, ing ഫോം യൂസ് ചെയ്യും. അപ്പോൾ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ വേർബിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യും? ing യൂസ് ചെയ്യും. ഐ വാസ് ടീച്ചിങ്. ഇനി അവൻ വായിക്കുകയായിരുന്നു, അതെങ്ങനെ പറയും? അവൻ വായിക്കുകയാണ്, ഹി ഈസ് റീഡിങ്. അവൻ വായിക്കുകയായിരുന്നു എന്നാണെങ്കിലോ ഹി വാസ് റീഡിങ്. ഇനി അവർ കഴിക്കുകയാണ്, ദേ ആർ ഈറ്റിംഗ്. ഇനി അവർ കഴിക്കുകയായിരുന്നു എന്നാണെങ്കിലോ ദേ വേർ ഈറ്റിംഗ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് വാസ് വന്നത്, എന്തുകൊണ്ടാണ് വേർ വന്നത് നമുക്ക് നോക്കാം. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ടീച്ചിങ്, ഈറ്റിംഗ്, അതുപോലെ തന്നെ റീഡിങ്, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ ing വന്നത്? ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും എന്താണോ ചെയ്യുകയായിരുന്നത് അതിൻ്റെ കൂടെ ഒരു ing ചേർത്ത് കൊടുക്കണം. അത്രേ ഉള്ളൂ, അത്ര പ്രയാസമുള്ള കാര്യമല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ വാസ് വന്നത്, എന്തുകൊണ്ടാണ് വേർ വന്നതെന്ന് നോക്കാം. ഇപ്പൊ ഐയുടെ കൂടെ ഞാനൊരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട, വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഐ വാസ്. ഫോർ എക്സാമ്പിൾ ഞാൻ ഉറങ്ങുകയായിരുന്നു, ഐ വാസ് സ്ലീപ്പിംഗ്. ഞാൻ കാപ്പി കുടിക്കുകയായിരുന്നു, ഐ വാസ് ഡ്രിങ്കിങ് എ കപ്പ് ഓഫ് കോഫി. ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു, ഐ വാസ് വർക്കിംഗ്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയാനായിട്ട് ഐ വാസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മതി, കൂടെ ing കൂടി ചേർക്കണം. അത്രയേ ഉള്ളൂ. ഹീയുടെ കേസും അങ്ങനെ തന്നെ. ഒരാളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിപ്പോൾ ഹീ ആകാം, ഷീ ആകാം, നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും പേരാകാം, രാഹുൽ എന്ന പേരും ആകാം. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹീ വാസ് റീഡിങ്. അവൻ വായിക്കുകയായിരുന്നു, ഹീ വാസ് റീഡിങ്. ഇനിയിപ്പോൾ അവൻ വായിക്കല്ല, അവൻ ടി വി കാണുകയായിരുന്നു എന്നാണെങ്കിലോ ഹീ വാസ് ടി വി കാണുന്നതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? വാച്ചിങ് എന്നാ പറയാ, അല്ലെ? വാച്ച് എന്നാണ് പറയാ. കാണുക, ടി വി കാണുന്നതിന് നമ്മൾ വാച്ച് എന്നാണ് പറയാ. അതായത് ഇപ്പം സി എന്നുള്ള വാക്കുണ്ട്, വാച്ചും ഉണ്ട്, കാണുക എന്നുള്ളതിന് പകരം. ഈ സി എന്ന് പറയുന്നത് നമുക്ക് കാഴ്ചശക്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണേലും കാണാം. ഇപ്പം ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ചുറ്റും പല കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്, അത് സി ആണ്. പക്ഷേ നമ്മളിപ്പോൾ കാണണം എന്ന് വിചാരിച്ച് ശ്രദ്ധിച്ച് കാണുന്നതിനെയാണ് നമ്മൾ വാച്ച് എന്ന് പറയുന്നത്. നമ്മൾ ടി വി ഓൺ ആക്കി ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണല്ലോ കാണുന്നത്. അതുകൊണ്ട് ടി വി കാണുന്നതിന് നമ്മൾ വാച്ച് ടി വി എന്നാ പറയാ. ടി വി കാണുകയായിരുന്നു എന്ന് വന്നതുകൊണ്ടാണ് വാസ് വാച്ചിങ് ടി വി എന്ന് വന്നത്. ഓക്കെ, അപ്പം ഒരാളെ പറ്റി പറയുമ്പോൾ അവിടെ നമ്മൾ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഹി വാസ് വാച്ചിങ് ടി വി. എന്തുകൊണ്ടാണ് വാച്ചിങ് വന്നത്? ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നത് കൊണ്ട്. ഇനി ദേ, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ അതിപ്പോൾ ദേ ആകാം, വി ആകാം, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മൈ ഫ്രണ്ട്സ് എന്നാകാം, മൈ ക്ലാസ്മേറ്റ്സ് എന്നാകാം, മൈ കൊളീഗ്സ് എന്നാകാം, അല്ലെങ്കിൽ രണ്ടുപേരുടെ കാര്യം പറയുമ്പോൾ എൻ്റെ അമ്മയും ഞാനും, മൈ മദർ ആൻഡ് ഐ എന്നാകാം. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ വേറാണ് യൂസ് ചെയ്യുന്നത്. രണ്ടുപേരുടെ കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളവിടെ വേറാണ് യൂസ് ചെയ്യേണ്ടത്. സോ ദേ വേർ ഈറ്റിംഗ്. അവർ കഴിക്കുകയായിരുന്നു, ദേ വേർ ഈറ്റിംഗ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മൾ ing യൂസ് ചെയ്യേണ്ടത്? വേർബിൻ്റെ കൂടെയാണ് നമ്മൾ ing യൂസ് ചെയ്യേണ്ടത്. വെറുതെ എല്ലാ വാക്കുകളുടെ കൂടെ നമുക്ക് ing യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന വാക്ക്, അതായത് ഇപ്പം ഈറ്റ്, റൈറ്റ്, ലിസൺ, ഗോ, സ്ലീപ്പ്, ടീച്ച്, സ്റ്റാൻഡ്, റൺ, ഡ്രൈവ്, റൈഡ്, ടീച്ച്, സ്റ്റഡി, അങ്ങനെ വേർബിൻ്റെ കൂടെ നമ്മൾ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ കൂടെ ബ്രീത്ത്,
അതുപോലെ തന്നെ മൂവ്, അതുപോലെ സ്റ്റോംപ്, അതുപോലത്തെ പ്രവൃത്തികളുടെ കൂടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മൾ ING യൂസ് ചെയ്യുന്നത്. എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാനും ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയാനും. ഇങ്ങനത്തെ 2 സിറ്റുവേഷൻസിലാണ് നമ്മൾ ING യൂസ് ചെയ്യുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് സെൻറ്റൻസസ് ഉണ്ടാക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇപ്പം നമ്മളൊരു കാര്യം ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഐയുടെ കൂടെ എപ്പോഴും I am വെച്ചിട്ട് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഹി, ഷീ, അതുപോലെ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇസ് യൂസ് ചെയ്യുക. അതല്ല ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ആർ യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, I am ടീച്ചിങ്, ഹി ഈസ് റീഡിങ്, ദേ ആർ ഈറ്റിംഗ്. ഇനി ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോഴോ അപ്പോഴും നമുക്ക് ING ഫോം യൂസ് ചെയ്യാം വേർബിൻ്റെ കൂടെ. പക്ഷേ അപ്പോൾ നമ്മൾ ഐയുടെ കൂടെ എന്താ യൂസ് ചെയ്യേണ്ടത്? ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പഠിപ്പിക്കുകയായിരുന്നു, I was എന്ന് പറയണം. അവിടെ നമുക്ക് I am എന്ന് പറയാൻ പറ്റില്ല. I am എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുകയാണെന്നാകും. I was എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുകയായിരുന്നു. സോ I was ടീച്ചിങ്, ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. He was റീഡിങ്, അവൻ വായിക്കുകയായിരുന്നു. ഇനി ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? വേർ യൂസ് ചെയ്യുക. ദേ വേർ ഈറ്റിംഗ്, അവർ കഴിക്കുകയായിരുന്നു. ചെയ്യുകയായിരുന്നു എന്ന് വരുമ്പോഴാണ് നമ്മൾ വേർബിൻ്റെ കൂടെ ING യൂസ് ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ ഈ ക്ലാസ് 1-2 തവണ ഒന്ന് ഓടിച്ച് കണ്ടു നോക്കുക. ഡൗട്ട് വരുന്ന ഭാഗം ഒന്ന് കോമെൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റഗ്രാം പേജിൽ ഇംഗ്ലീഷ് മിത്ര ഒഫീഷ്യൽ എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനി ഇതേപോലത്തെ എന്തെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ സജഷൻസും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കോമെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. English Mitra. Stop worrying, start learning.